അദ്ദേഹം അയ്യപ്പസ്വാമിയുടെ ജാതകം കാൽക്കുലേറ്റ് ചെയ്തു. അത് ശബരിമലയിൽ സമാധി അടഞ്ഞ പന്തളത്തെ രാജകുമാരനായിരുന്ന മനുഷ്യനായിരുന്ന ഒരാൾ ഉണ്ട്. ആ ആളുടെ ജാതകം അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു. ആ ജാതകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കേട്ടുകേൾവിയുള്ള 99.9% കാര്യങ്ങൾ സത്യമാണ്. കഥയാണെന്ന് പറയുന്നതെല്ലാം എക്സാക്ട്ലി. സത്യമാണെന്ന്. രക്തം, മജ്ജ, അസ്ഥി, മാംസം ഇതൊക്കെ ചൊവ്വയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബുധൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റലക്ച്വലി നമ്മുടെ പവർ നന്നായി നിൽക്കുന്ന സമയം, ക്ലാരിറ്റി ഓഫ് തിങ്കിങ് ഉണ്ടാവും. എന്തിനും ഒരു സൊല്യൂഷൻ കിട്ടുന്ന ദിവസമാണ്. അന്നത്തെ ദിവസം പ്രോബ്ലം സോൾവിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ബുധനാഴ്ച. ഉപാസനയ്ക്ക് ഏറ്റവും നല്ലത് വ്യാഴാഴ്ച. കാരണം ഈശ്വരാധീനം, ഗുരുത്വം ഇതൊക്കെ. വെള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഒരിക്കലും കടം കൊടുക്കരുത്. ഇങ്ങോട്ട് വല്ലതും വാങ്ങണേനൊക്കെ അന്നത്തെ ദിവസം ചെയ്യാം. ചൊവ്വാഴ്ചയും കൊടുക്കരുത്. ലോൺ എടുക്കാൻ പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച. ഒരു പുതിയ ഔഷധം കഴിച്ചു തുടങ്ങാൻ, ഒരു ഡോക്ടറെ ആദ്യമായിട്ട് ഒരു ട്രീറ്റ്മെന്റിന് കാണാൻ ഒക്കെ ചൊവ്വാഴ്ച ബെസ്റ്റാ. കേരളത്തിലാണ് ചൊവ്വയ്ക്കൊരു ദുഷ്ടപരിവേഷം ഉള്ളത്. കേരളത്തിന്റെ പുറത്ത് അദ്ദേഹത്തിനെ മംഗളെന്നാ വിളിക്കുക തന്നെ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു ചില പ്ലാനറ്റ്സ് വരാറുണ്ട്, ചിലത് പോയി കഴിഞ്ഞിട്ട് പുതിയതും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ പ്ലാനറ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പഞ്ചാംഗം ചിലപ്പോൾ പോയതിന്റെ ബേസ്ഡ് ആയിരിക്കും. പോയത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ പ്ലൂട്ടോ പോയി. അത് പക്ഷെ നമ്മുടെ ഭാരതീയ അസ്ട്രോളജിയിൽ അത് വരുന്നില്ലല്ലോ. ഭാരതീയ അസ്ട്രോളജിയിൽ നമ്മൾ കാണുന്ന സോളാർ സിസ്റ്റത്തിലുള്ള ഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുണ്ടായിട്ട് നിൽക്കുന്ന അതിനെ അല്ല, അവകൾ റെപ്രസെന്റ് ചെയ്യണ എനർജിയാണ് വിളിക്കുന്നത്. ആ എനർജിയാണ് ഡയറ്റി, അവിടുത്തെ ദേവത. സൂര്യൻ എന്ന് പറയുന്ന കത്തിജ്വലിക്കണ ഗോളല്ല, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു എനർജി ഫീൽഡ് ഉണ്ട്. ആ എനർജി ഫീൽഡിനെ ഡൈഫൈ ചെയ്യണ്, മൂർത്തിവൽക്കരിക്കുകയാണ്. അതാണ് സൂര്യദേവൻ. സൂര്യൻ എന്ന് പറഞ്ഞ ഗോളം തന്നെയല്ല, അതിൽ നിന്ന് എമനേറ്റ് ചെയ്യുന്ന ഊർജ്ജമാണ്. ചന്ദ്രൻ എന്ന് പറയുന്നത് തണുത്തുറഞ്ഞ് കിടക്കണ സൂര്യനെ റിഫ്ലക്ട് ചെയ്യണ കുറെ കുണ്ടും കുഴിയുള്ള ഒരു ഗ്രഹമല്ല. അത് റെപ്രസെന്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് എമനേറ്റ് ചെയ്യുന്ന, പുറത്തേക്ക് കൊണ്ടുവരുന്ന എനർജിയാണത്. ചൊവ്വ സെയിം വേ, ശനി സെയിം വേ, വ്യാഴം സെയിം വേ, എല്ലാം സെയിം വേ ആണ്. ഇത് കൂടാതെ ഈ പറഞ്ഞ മാതിരി ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങളനുസരിച്ചിട്ടും ഗ്രഹണങ്ങൾക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഈ മറഞ്ഞു പോക്ക്, ഭൂമിയിൽ നിന്ന് മൊമെൻ്റർലി, സാധാരണ അസ്തമനം ഉദയമല്ലാതെ തെളിയുന്നതും മറയുന്നതും മൊമെൻ്റർലി കുറച്ചൊരു ഫിക്സഡ് പീരീഡ് നേരത്തേക്ക് മാത്രം സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്ന് ദൃശ്യമാവുന്നത് കണ്ടപ്പോഴാണ് പഴയ കാലത്ത് ഋഷിമാരാലോചിച്ച് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ സൂര്യൻ്റെ ചുറ്റും ഭൂമി കറങ്ങുകയാണെന്നും ഭൂമിയെ ചന്ദ്രൻ കറങ്ങുകയാണെന്നും അതുവഴി ചന്ദ്രൻ സൂര്യനെയും കറങ്ങുന്നുണ്ടെന്നും അവർക്ക് അന്നേ അറിയാം. അത് അരിസ്റ്റോട്ടിലൊന്നും കണ്ടുപിടിച്ചിട്ടോ കോപ്പർനിക്കസ് കണ്ടുപിടിച്ചിട്ടോ അല്ല. അപ്പോൾ അവർ ഇതിൻ്റെ സഞ്ചാരപഥങ്ങൾ എന്ന് പറയണതിനെയാണ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. ഈ ഓർബിറ്റുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റുകളുണ്ട്. ഒന്ന് കടന്നു പോകുമ്പോൾ അതിൻ്റെ വഴിയിൽ വേറൊന്ന്, നമ്മളൊരു ജംഗ്ഷനിൽ ഇങ്ങനെ ഇടത്തുനിന്നും വലത്തുനിന്ന് രണ്ട് വഴി വന്ന് കടന്നു പോകണമാതിരി ഇങ്ങനെ കടന്നു പോകണം. ആ പോയിന്റ്, ആ ജംഗ്ഷനുകളെ അവർ നോഡ് എന്ന് വിളിച്ചു. അതിലൊന്നിനെ നോർത്തേൺ സൈഡിലുള്ളതിനെ രാഹു എന്നും സദേൺ സൈഡിലുള്ളതിനെ കേതു എന്നും അവർ വിളിച്ചു. അതിനനുസരിച്ചിട്ടാണ് അവർ പിന്നീട്, അതുകൊണ്ടാണ് ആ രണ്ട് ഷാഡോ ഗ്രഹങ്ങളെയും കൂടെ ചേർത്തിട്ട് 9 ഗ്രഹം ഒരാക്കാൻ കാരണം. ഗ്രഹിച്ച ഗ്രഹിക്കുന്നത്, എല്ലാറ്റിനെയും അവനവനിലേക്ക് വലിച്ചെടുക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം. അത് നിങ്ങളുടെ ഏരിയല്ല, തിന്നെയാണ് ചെയ്യുക. ഗ്രഹിക്കുന്നത് ഗ്രഹം, അതങ്ങനെയാണ്. അപ്പം അതിനനുസരിച്ചിട്ട് മനുഷ്യൻ്റെ ക്വാളിറ്റീസുമായിട്ട് ആ എനർജിയെ ബന്ധിപ്പിച്ച് നോക്കിയവർ, മനുഷ്യനിലുള്ള റോൾ പ്ലേകളുമായിട്ട് ബന്ധിപ്പിച്ച് നോക്കി. ഇപ്പം സൂര്യൻ വെച്ചാൽ അച്ഛൻ, ചന്ദ്രൻ വെച്ചാൽ അമ്മ, ചൊവ്വ വെച്ചാൽ സഹോദരൻ, നോക്കൂ, ശുക്രൻ വെച്ചാൽ കാമുകി, ഭാര്യ, ഇതൊക്കെ വരാം. ഓരോന്നും കൊടുത്തിരിക്കുകയാണ്. ഇനി ഓബ്ജക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യൻ വെച്ചാൽ മന്ത്രം, അല്ലെങ്കിൽ ആത്മാവാണ്, മനസ്സാണ് ചന്ദ്രൻ. ചൊവ്വ വെച്ചാൽ രക്തം, മജ്ജ, അസ്ഥി, മാംസം. നോക്കൂ, ഓരോ തലത്തിലും എടുക്കുന്നത് കണ്ടോ. വ്യാഴം തലച്ചോറാ, ഇൻ്റലക്റ്റാ, വെള്ളക്കടല കഴിപ്പിക്കണതിനാണ്. ബ്രെയിൻ മാറ്ററിന് തുല്യമാണത്. അത് അരച്ച് കഴിഞ്ഞാൽ ഹ്യൂമസ് ആക്കി കഴിഞ്ഞാൽ ബ്രെയിൻ മാറ്ററിന് തുല്യമാണത്. എന്നിട്ട് അത് വെട്ടി ഒഴുങ്ങിയിട്ട് ആർക്കും ബുദ്ധിയൊന്നും വരുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ അതെ, അപ്പം ഈ ഹോമോസായിട്ട് കഴിച്ചിട്ടേ, ഞാൻ ചന്ന കഴിക്കണതിൻ്റെ അല്ല പറഞ്ഞത്, ഹോമോസായിട്ട് കഴിച്ചിട്ട് ബുദ്ധിയൊന്നും കൂടുതൽ കുറയുക ചെയ്യണത്. അപ്പം ഇപ്പോഴത്തെ ഭക്ഷണങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പം അപ്പോൾ അതേപോലെ എന്താ പറയുക, ഈ ഓരോ ലൈഫിലത്തെ ഓരോ വികാരത്തിന്, ഓരോ റോളിന്, ഓരോ പൊസിഷന്, ഓരോ ക്വാളിറ്റിക്കും ഒക്കെ ഈ 9 ഗ്രഹങ്ങളുടെ ആധിപത്യം കൊടുത്തിരിക്കുകയാണ്.
9 ഗ്രഹങ്ങളിൽ ആധിപത്യം കൊടുത്തിരിക്കുക. അതിൽ ചില ആൾക്കാരുടെ ഓരോ ഗ്രഹത്തിൻ്റെയും സ്വാധീനം മറ്റൊരാളുടെ ക്വാളിറ്റിയെ സ്വാധീനിക്കാം. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹു എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിവരാത്ത അവസ്ഥയാണ്, അത്യാഗ്രഹമാണ്. കേതു എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടായാലും എന്താ ഇപ്പോൾ ഇതുകൊണ്ടൊക്കെ കാര്യം പറഞ്ഞാൽ അതൃപ്തി, ഇങ്ങനെ ജഡത. എന്തും വേണ്ട, എനിക്കിനി ഇതൊന്നും വേണ്ട തോന്നണ കേതുവിനെ കൊണ്ട് എന്താ ഗുണം ചോദിക്കും. അതൃപ്തിയല്ലേ അത് ഉണ്ടാക്കണത്? അതൃപ്തിയല്ല, വേണ്ട. അത് അതൃപ്തി എന്ന് പറയാൻ പറ്റില്ല. അതൃപ്തിക്കാരൻ രാഹുവിന് കിട്ടിയാൽ മതിയാവണില്ല. ഇത് തൃപ്തിയല്ല. എന്തിനിപ്പോൾ ഇതൊക്കെ? ഇന്ന് ചിന്തിക്കുന്ന കേതുവിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഈ ശരീരത്തിനോടുള്ള നമ്മുടെ മമത ഇല്ലാണ്ടാക്കി തരും. അതുകൊണ്ടത് മോക്ഷകാരകനാണ്. അറ്റാച്ച്മെൻറ്റ്സ് മാറ്റും. കേതു മോക്ഷകാരകൻ. മനസ്സിലായില്ലേ? അപ്പോൾ പ്ലാനറ്റ്സിൻ്റെ തന്നെ അത്രയും പറയാനുണ്ട്. ഞാൻ ശരിക്കും നവഗ്രഹ ഒരു സീരീസ് പ്രഭാഷണം ചെയ്യണമെന്ന് കുറേ ആയിട്ട് പലരും പറയുന്നുണ്ട്. അതേമാതിരിയാണ് രാശികൾ. രാശി കോൺസ്റ്റലേഷൻ മാത്രമല്ല, രാശിയുടെ നമ്പറിങ്. മീനം കഴിഞ്ഞ് മീനം അവസാനവും മേടവും, അത് കഴിഞ്ഞ് ഇടവും, അത് കഴിഞ്ഞ് മീനം, മേടം, ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. ഇതാരാ ഈ ഓർഡർ ഉണ്ടാക്കിയത്? ഈ ഓർഡർ എന്തുകൊണ്ട് എടുത്തു? ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യേണ്ട കഥകളാണ്. അതുമാതിരി 1-ാം രാശി, 2-ാം, നമ്മൾ ജനിച്ച രാശിയെ നമ്മൾ ലഗ്നം എന്ന് പറഞ്ഞു. നമ്മൾ ജനിക്കുമ്പോൾ കിഴക്ക് ഏത് രാശി ഉദിച്ച് നിൽക്കണോ, ഏത് കോൺസ്റ്റലേഷനാണോ നിൽക്കണം, അതാണ് ലഗ്നം. ദാറ്റ് ഡിസൈഡ്സ് അവർ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭക്ഷണം പാറ്റേൺ, നമ്മുടെ ആരോഗ്യം, നമുക്ക് എന്തൊക്കെ അസുഖം വരാം, നമ്മൾ എന്ത് വന്ന് മരിക്കും, എന്തൊക്കെയായിരിക്കും അലർജികൾ, നമ്മുടെ ബലം എന്തായിരിക്കും, വീക്ക്നെസ് എന്തായിരിക്കും, ഇതൊക്കെ ലഗ്നമാണ്. ആണില്ല. അപ്പോൾ അതിനെ ഫസ്റ്റ് ഹൗസായിട്ട് എടുക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഹൗസ് എന്താ? നമ്മുടെ ആധാരം എന്താ? ഈ ശരീരം. ഇതിൽ നിന്നിട്ടാണ് നമ്മൾ ഈ ജന്മം ഓടണത്. അതുകൊണ്ട് അതിനെ ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ഹൗസ് ശരീരം, സെക്കൻഡ് ഹൗസ് അമ്മ, നമ്പർ അനുസരിച്ച് പറയണു. 5th ഹൗസ് മൈൻഡ്, 7th ഹൗസ് സ്പൗസ്, 8th ഹൗസ് ഡെത്ത്, 9th ഹൗസ് ലക്ക്. ഇങ്ങനെയൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതാരാ കണ്ടുപിടിച്ച്? എന്തുകൊണ്ടിത്? ഇതൊക്കെ രസമാണ്. ഇതുമാതിരി എത്ര നേരം വേണമെങ്കിലും നമുക്കിരുന്ന് പറയാവുന്ന നല്ല രസമാണ്. ഇതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യനെ അവനവൻ ഞാൻ ആരാണെന്നുള്ള മനുഷ്യൻ്റെ എക്സ്പ്ലോറേഷൻ്റെ ഹൈറ്റാത്. അല്ലാണ്ട് ഇതൊന്നും അന്ധവിശ്വാസമല്ല. അവനവൻ ആരാണെന്ന് അന്വേഷിച്ച് നടന്ന പ്രാചീന മനുഷ്യൻ്റെ അവന് കിട്ടിയ ഉത്തരങ്ങളാണത്. അവൻ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഈ കാണായ ഗോളങ്ങളിൽ നിന്നും ഈ കാണായ പ്രപഞ്ചത്തു നിന്നും വ്യത്യസ്തനായിട്ടൊരാളല്ല. ഞാൻ പ്രഭാഷണത്തിൽ പറയും, ഞാനും എൻ്റെ മൂക്കും കൂടി കല്യാണത്തിന് പോയി എന്ന് പറയില്ലല്ലോ. മനുഷ്യനും പ്രകൃതിയും എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മിസ്നോമറാണ് വാസ്തവത്തിൽ. പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ആ പ്രകൃതം എന്താണ് അത് പഠിക്കാൻ നോക്കുന്ന മനുഷ്യൻ്റെ ഹ്യൂമൻ എഫർട്ടുകൾ, ആദ്യകാല എഫർട്ടുകളൊന്നാണ് ഈ അസ്ട്രോളജി. ശരിക്കും അതാണ് ചെയ്തിരിക്കുന്നത്. അതിന് സെലസ്റ്റിയൽ ഓബ്ജക്റ്റുകളുമായിട്ടും ഭൂമിയുമായിട്ടും ചന്ദ്രനുമായിട്ടും ഒക്കെയുള്ള കണക്ഷൻസ് ലൈഫ് ഫോമുകൾക്കും ഇനാനിമേറ്റ് ഓബ്ജക്ട്സിനും. ഇപ്പോൾ ഒരു കെട്ടിടത്തിന് ആയുസ്സുണ്ട്, കെട്ടിടത്തിന് ജാതകമുണ്ട്. എന്തിനും ഉത്ഭവം, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോഭാവം, അനുഗ്രഹം. നോക്കൂ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് മുഴുവൻ അതിൻ്റെ അകത്തുണ്ട്. ഇത് തിരിച്ചറിയലാണ് എപ്പോൾ സൃഷ്ടിക്കപ്പെടും, എത്ര കാലം സ്ഥിതി ചെയ്യും, എപ്പോൾ സംഹരിക്കപ്പെടും, എത്ര കാലം തിരോഭവിച്ചിരിക്കും, എപ്പോൾ അനുഗ്രഹിക്കപ്പെടും, എപ്പോൾ വീണ്ടും പുനർജനിക്കും. ഇത് ജ്യോതിഷം നമുക്ക് കാണിച്ചു തരണം ഇൻ റിലേഷൻ വിത്ത് ദ കോസ്മിക് ഋതം. ഇതാണ് ചെയ്യണത്. അപ്പോൾ നാച്ചുറലി പ്ലാനറ്റുകൾ, പ്ലൂട്ടോ പോലുള്ള പ്ലാനറ്റുകൾ, അതൊന്നും ഒരു ഗ്രഹത്തിന് സ്റ്റാറ്റസ് കിട്ടുക, ഗ്രഹത്തിൻ്റെ സ്റ്റാറ്റസ് പോകാതൊന്നും വിഷയമല്ല. ആചാര്യന്മാർ എനർജികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബുധൻ്റെ എനർജി, ഇനിയിപ്പോൾ നാളെ ബുധൻ പൊട്ടിത്തെറിച്ച് പോയാലും ബുധൻ്റെ എനർജി അവിടെ ഉണ്ടാവും. ആ ബുധൻ എന്ന് വിളിച്ച എനർജി അവിടെ ഉണ്ടാവും. നമ്മളിലൊക്കെ ഉള്ള പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റിയാണ് ബുധൻ. ഇപ്പോൾ അശോകിലാണെങ്കിൽ, എനിക്കാണെങ്കിൽ ഇപ്പോൾ അശോക് ഞാനിത് പറയുമ്പോൾ കേൾക്കുന്നു, കോംപ്രിഹെൻഡ് ചെയ്യുന്നു, പുതിയ ചോദ്യങ്ങൾ മനസ്സിലുണ്ടാവുന്നു, ചോദിക്കുമ്പോൾ ബുധന വർക്ക് ചെയ്യണം. ഇപ്പോൾ ഇത് 100% ബുധ മോമെൻ്റാണ്. നമ്മൾ ഈ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന ടാബും ഫോണും ഒക്കെ ഉള്ളൂ രാഹു. പക്ഷെ ബുധ മോമെൻ്റാണ്. ഇടയ്ക്ക് ടാബിലേക്ക് നോക്കിയാൽ രാഹു നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കുറുക്ക് ചോദ്യം ചോദിക്കും, പോരാ ഇയാൾ പറഞ്ഞ പോരാ, എനിക്ക് ഇത്തിരി കൂടെ ചോദിക്കണം എന്ന് തോന്നിപ്പിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ആ എനർജിയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. അവൻ നല്ല കുരുത്തുള്ളവനാണ്. ഒരു വയസ്സായിട്ടൊരാൾ അയാളെ ഒന്ന് വഴി കടത്തി വിടാൻ സഹായിക്കണം. അവിടെ 2 എനർജി വർക്ക് ചെയ്യുന്നുണ്ട്. ശനിയും വർക്ക് ചെയ്യുന്നുണ്ട്, വ്യാഴവും വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, ആ എൽഡറിനോട് തോന്നിയ റെസ്പെക്റ്റ് വ്യാഴത്തിൻ്റെ എനർജിയാണ്. ആ എൽഡറിനെ സഹായിച്ച മനസ്സ് ശനിയുടെ. റെസ്പെക്റ്റ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. എനിക്ക് അവിടെ റെസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ എനിക്ക് അയാളെ റോഡ് കടത്തി വിടാൻ പറ്റില്ല. എത്രയോ പേരുണ്ട്. ഇനി ഒരു റെസ്പെക്റ്റും ഇല്ലെങ്കിലും വീട് ചാവണ്ട മനുഷ്യ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിടിച്ചുകൊണ്ട് പോകും. അവരിൽ വ്യാഴമില്ല, പക്ഷെ ശനി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലേ? അതാണ്. അപ്പോൾ
ഇങ്ങനെ ഓരോ തരം ബിഹേവിയറൽ പാറ്റേൺസിനെയും ഗ്രഹങ്ങൾ മാപ്പ് ചെയ്തിട്ട് ഇതിനെയൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള എനർജി ഫോംസിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ 9 തരം എനർജിയുള്ളൂ. ഈ 9 തരം എനർജിയുടെ അകത്താണ് ഈ കളി മുഴുവൻ കളിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദേവിക്ക് നവാവരണം വരുന്നത്. പ്രപഞ്ചത്തിൻ്റെ ഘടനയെ 9 കമ്പാർട്ട്മെൻറ്റ് നിർത്തി. കാരണം അമ്മ പ്രകൃതിയാണ്. ശിവൻ 5 ആവരണമാണ്, പഞ്ചാവരണ പൂജയാണ്. ആത്മാവിന് 5 ലെയറേ ആവശ്യമുള്ളൂ. ദേവി വരുമ്പോൾ വീണ്ടും 4 കൂടെ വന്നു അല്ലേ. ഇതാണ് കല, 16 കല. അതാണ് ഷോഡശി. അതിൽ 15 എണ്ണമാണ് ഒരു സാധാരണ മനുഷ്യന് വേണ്ടത്. ഒരു സാധാരണ മനുഷ്യന് ഉത്തമനും പൂർണ്ണനുമായിട്ട് ജീവിക്കാൻ ഈശ്വരത്വമൊന്നും വേണ്ട. ബി എ ട്രൂ ഹ്യൂമൻ ബീയിങ് ആയിട്ട് ജീവിക്കാൻ എന്ത് വേണോ അതാണ് 15 അക്ഷരമുള്ള ശ്രീവിദ്യ. അത് അവനെ വഴി കടത്തും. ഒരക്ഷരം കൂടെ കിട്ടിയ അവൻ ദേവി തന്നെയായി അവൻ. അതാണ് ഷോഡശി, മഹാഷോഡശി എന്ന് പറയും. അപ്പം നോക്കൂ, എന്തിലും ഈ എനർജികളെ വെച്ചാൽ കളിച്ചിട്ടുള്ളത്. മന്ത്രം പണ്ട് കൊടുക്കണേന് ഗ്രഹം നോക്കും, നക്ഷത്രം നോക്കും, തിഥി നോക്കും, വാരം നോക്കും, വ്യക്തിയുടെ ജാതകം നോക്കും. ഈ മന്ത്രം അവനെ നശിപ്പിക്കുമെന്ന്. ചിലർക്ക് അഷ്ടാക്ഷരം ജപിച്ച് ഓം നമോ നാരായണ ജപിച്ചാൽ അവർ നശിച്ച് പണ്ടാറാടും. ചില ആൾക്കാർക്ക് പഞ്ചാക്ഷരം നമശിവായ ഇല്ല നശിച്ചു പോവും. ചില ആൾക്കാർക്ക് ഇഷ്ടം അഷ്ടാക്ഷരം ഇരിക്കും, പക്ഷെ അവൻ പഞ്ചാക്ഷരം ചെല്ലിയാൽ രക്ഷപ്പെടും. ഇനി ഇത് കേട്ടിട്ട് ആരും പഞ്ചാക്ഷരം ചെല്ലാണ്ട് അഷ്ടാക്ഷരം ചെല്ലാണ്ടിരിക്കേണ്ട. ഞാൻ പറയാ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ചില ദാനങ്ങൾ നമ്മൾ പറയും അന്നദാനം സർവ്വ ദാനങ്ങളിലും വെച്ച്. ചിലർക്ക് അന്നദാനം നടത്തി അവർ കൂത്തുവാളയോ, ചിലർ കുട്ടികളെ പഠിപ്പിക്കാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൂത്തുവാളയോ. അതുകൊണ്ട് ദാനത്തിന് പോലും ഗ്രഹങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. പാല് പൊതുവിൽ നല്ലൊരു ഭക്ഷണമാണ്. ചിലർക്ക് പാലിന് അലർജി ഇല്ലേ, അവർ ചത്തുപോകും, ചിലപ്പോൾ പ്രാണം പോയി കളയും. ശരീരം മുഴുവൻ ചിലപ്പോൾ അനാഫൈലാക്സിസ് വരെ വരും. ഇപ്പോൾ പ്രോൺസ് കഴിക്കണ പലർക്കും അനാഫൈലാക്സിസ് വരും. എന്നാൽ പ്രോൺസ് രുചിച്ച് കഴിക്കണം, അത് മാത്രം കഴിക്കണം എത്രയോ പേരുണ്ട്. അതുകൊണ്ട് ശരീരത്തിൻ്റെ അവനവൻ്റെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാചീന കാലത്ത് ജനറലൈസിങ് പരിപാടി ഉണ്ടായിരുന്നില്ല. ഇന്ന് ലോകം വളർന്നപ്പോൾ നമുക്കൊക്കെ ജനറലൈസ് ചെയ്യണം. സായിപ്പ് കഴിക്കണ ഭക്ഷണം നമ്മൾ കഴിക്കണു, നമ്മൾ കഴിക്കണ ഭക്ഷണം സായിപ്പ് കഴിക്കുന്നു. സദ്യ എന്ന് പറഞ്ഞിട്ട് വിളമ്പി കൊടുക്കണം അവർക്ക് അല്ലേ. അപ്പോൾ ബേസിക്കലി അയാൾക്കത് പറ്റില്ല. അയാൾക്ക് ചിലപ്പോൾ തിളപ്പിച്ചുണ്ടാക്കിയ കാളം കഴിച്ച് അയാൾക്ക് അലർജി വരും. തൈര് തിളപ്പിക്കരുതെന്നാണ്, തൈര് ചൂടാക്കരുതെന്നാണ് ആയുർവേദം പറയണത്. കലർത്തിയിട്ട് പഴച്ചാറുകൾ കഴിക്കരുത്, നമ്മൾ കോക്ടെയിൽ അടിച്ച് കഴിക്കണം. ഒരു പഴമേ ഒരു നേരത്ത് കഴിക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ആചാര്യന്മാർ ശരീരത്തിനെ നോക്കി പഠിച്ചാണ്. ആട്ടും മാംസം മനുഷ്യ മാംസത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കണോണ്ട് അജമാംസം മാത്രമേ കഴിക്കാൻ വിധിച്ചിട്ടുള്ളൂ ആയുർവേദം. പക്ഷി മാംസം കഴിക്കരുതെന്ന്, പക്ഷിമാംസം കഴിക്കരുതെന്ന് തന്നെയാണ്. എന്തിനേയും കഴിക്കും അല്ല, അത് കഴിച്ചിരുന്ന വിശന്നപ്പോൾ എന്തും കഴിക്കും, ആർത്തി ഉണ്ടെങ്കിലും കഴിക്കും, അത് വേറെ വിഷയം. പക്ഷെ പറയേണ്ട ചുമതല ആചാര്യന്മാർക്കുണ്ട്. അവരെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ കേട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ അവർ മണ്ടന്മാരെന്ന് പറയരുത്. എനിക്ക് അനുസരിക്കാൻ വയ്യാന്ന് അംഗീകരിച്ചാൽ മതി. അതനുസരിക്കാൻ വേറെ ആളുണ്ട് അപ്പുറത്ത്, അവർക്കത് കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മളുടെ പ്രശ്നം, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള എന്തൊക്കെയോ കുറേ അറിവുകളാണ് കിട്ടിയിരിക്കുന്നത്. ആത്യന്തികമായിട്ട് ഈ അറിവുകൾ മുഴുവൻ എന്തിനാ തന്നിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാനാ, അവനവൻ്റെ ആത്മാവിനെ മനസ്സിലാക്കാനാ. ആത്മാവ് ഉണ്ടെന്ന് പോലും ഒരാൾക്ക് അറിയാത്ത അവസ്ഥയിലാണ് ജീവിക്കണത്. ആ ആത്മാവ് ഉണ്ടെന്ന് തിരിച്ചറിയണ നിമിഷം തന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രക്ഷപ്പെടലിൻ്റെ ഗേറ്റ് തുറന്നു. അതിലേക്കെങ്കിലും ഒരു വ്യക്തി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷാദി ശാസ്ത്രങ്ങൾ ഉണ്ടായത്. അതിന് വേണ്ട ഉപാസനകൾ ചെയ്ത്, അല്ലെങ്കിൽ അതിന് വേണ്ട ചിട്ടയും ചടങ്ങും ചെയ്ത് ആരോഗ്യത്തോടെ ഇരുന്ന്. കാരണം 100 കൊല്ലമൊന്നും മതിയാവില്ല ചിലപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈദ്യം പോലുള്ള സംഭവങ്ങളുണ്ടായത്. എന്തും ഈ പോയിന്റിലേക്ക് ആത്മജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് എന്തും പോയിന്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി, നാച്ചുറലി ജ്യോതിഷത്തിനോട് കൂടി ചേർന്നിട്ട് മന്ത്രഭാഗം വന്നു, ചികിത്സാഭാഗം വന്നു. നോക്കൂ, ആയുർവേദത്തിൽ വളരെ പ്രധാനമാണ് ജാതകം നോക്കണം എന്നാ, ഔഷധം സേവിക്കുന്നതിന് മുമ്പ്. അതിന്നും ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. ജാതകം നോക്കണം, ഇന്ന ഔഷധം കൊടുത്താൽ. ഇപ്പോൾ പ്രത്യേകിച്ച് IVF-നൊക്കെ, ആയുർവേദത്തിൽ IVF-ന് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ചികിത്സയ്ക്കൊക്കെ ഭാര്യയുടെയും ഭർത്താവിനെയും ജാതകം കൊടുത്ത് നോക്കണം. അതിനനുസരിച്ചുള്ള ഔഷധം കൊടുക്കാൻ പറ്റും. ചില ഔഷധം ചിലവരുടെ ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് വർക്കാവില്ല, അതനുസരിച്ചേ കൊടുക്കാവൂ. ചിലത് ആ ഗ്രഹം നിശ്ചയിച്ചിട്ടുണ്ട് അനുകൂലമാണെങ്കിൽ അത് ഫലിക്കുകയും ചെയ്യും. ഐതിഹ്യമാല തന്നെ ഒരു കഥയുണ്ട്. ഒരു ബ്രാഹ്മണന് കുഷ്ഠരോഗം വന്നു.
കുഷ്ഠരോഗം വന്നിട്ട് കഷ്ടത്തിലായി, ആളിഞ്ഞ് പുഴുത്ത് നടക്കുക, ആർക്കും വേണ്ട, വീട്ടുകാരും തള്ളി. അവസാനം ഒരു മഹാനായിട്ടുള്ള വൈദ്യൻ്റെ അടുത്ത്, വയസ്കര മൂസോ ഒറ്റയാണ്, അത് എനിക്ക് മറന്നുപോയി, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു മലമ്പാമ്പിൻ്റെ നെയ്യ് കഴിക്കാൻ പറഞ്ഞു. മലമ്പാമ്പിൻ്റെ മാംസത്തിനെ വേവിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാടമാരി വരുന്ന, അത് കേട്ടിട്ട് ഈ ശുദ്ധ വെജിറ്റേറിയൻസ് ഗാഗു എന്നൊന്നും പറയണ്ട, അതൊക്കെ മനുഷ്യൻ കഴിച്ചിരുന്നു, ഇപ്പോഴും കഴിക്കണവരുണ്ട്, കാട്ടിലൊക്കെ മനുഷ്യൻ കഴിക്കുന്നുണ്ട്, അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നുണ്ട്. ആ നെയ്യ് എടുത്ത് കഴിക്കണം, ആ നെയ്യ് എടുത്ത് കഴിക്കാം. ഇദ്ദേഹം ഇത് കേട്ട ഉടനെ ആദ്യ ബ്രാഹ്മണനായിട്ടുള്ള എന്നെ, ശുദ്ധ വെജിറ്റേറിയനായിട്ടുള്ള എന്നെ അങ്ങ് അപമാനിച്ചു, ഞാൻ മരിക്കുകയാണ് നല്ലത്, വേറെ മരുന്നുണ്ടോ ചോദിച്ചു. ഇല്ല, ഇതേ ഉള്ളൂ മരുന്ന്. എന്തെങ്കിലും ആവട്ടെ പറഞ്ഞു. ചമ്രവട്ടത്ത് പോയി. ചമ്രവട്ടത്ത് ഭാരതപ്പുഴ കുളിക്കും, ശാസ്താവിനെ തൊഴും, കുളിക്കും, ശാസ്താവിനെ തൊഴും, കുളിക്കും, ശാസ്താവിനെ തൊഴും. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രോഗം മാറാൻ തുടങ്ങി. അപ്പോൾ ഉടനെ ശാസ്താവ് ചെയ്ത അനുഗ്രഹമായിട്ടാണ് അദ്ദേഹം അത് കണ്ടത്. അവസാനം പൂർണ്ണമായിട്ടും അസുഖം മാറി. ഉടനെ ഈ വൈദ്യരുടെ അടുത്ത് 2 വർത്താനം പറഞ്ഞു എന്നും പറഞ്ഞിട്ട് വൈദ്യരുടെ അടുത്ത് വന്നു. വൈദ്യരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മഹാവൃത്തിയായിട്ട മനുഷ്യനാണ്, എന്നെക്കൊണ്ട് നിങ്ങൾ മലമ്പാമ്പിൻ്റെ നെയ്യ് തീറ്റിപ്പിക്കാൻ നോക്കിയില്ലേ, എൻ്റെ ശാസ്താവ് ചമ്രവട്ട തയ്യൻ എൻ്റെ അസുഖം മാറ്റി തന്നു. ഓ നല്ല കാര്യം, എന്നാലും അങ്ങ് കുളിച്ച സ്ഥലമൊന്നും എനിക്ക് കാണണം പറഞ്ഞു. അങ്ങനെ ചമ്രവട്ടത്ത് വന്നു. നോക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ കരയോട് ചേർന്ന ഭാഗത്തിൽ എണ്ണയുടെ പാട കാണും. അദ്ദേഹം അത് വെച്ച് ഇങ്ങനെ നോക്കി 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 മേലേക്കാട്ടിലേക്ക് ചെന്നപ്പോൾ ഒരു മരത്തുനിന്ന് ചത്തു തൂങ്ങിക്കിടക്കണ ഒരു മലമ്പാമ്പ് 1.5 മാസം മുന്നേ. അത് അല്പാൽപ്പായിട്ട് അഴുകി അതിൻ്റെ മാംസം ആ ജലത്തിൽ വീണ് വീണ് ഈ ഒഴുക്കിൻ്റെ ഒപ്പം വരുന്നുണ്ട്. ഇയാൾ ഇതിൽ കുളിക്കുകയും ഈ വെള്ളം കുടിക്കുകയും ഈ വെള്ളം കൊണ്ട് സന്ധ്യാവന്തനം ചെയ്യുകയും ചെയ്ത് ഇയാളുടെ അസുഖം മാറിയത്. ആ മലമ്പാമ്പിനെ അവിടെ വെച്ചത് ആര്? ഇയാൾക്ക് അസുഖം മാറാനുള്ള അലൈൻമെൻറ്റ് അവിടെ നടന്നു, പ്ലാനറ്ററി അലൈൻമെൻറ്റ്. അയാളുടെ ഇത് കിട്ടി, അയാളത് നിഷേധിച്ചു. എന്നാൽ പോലും നിൻ്റെ അസുഖം ഞാൻ മാറ്റി അടങ്ങൂ എന്ന് പറയുന്ന ഒരു ഗ്രഹയോഗമാണത്, അല്ലേ? അതനുസരിക്കാണ്ട് വേറൊരു സ്ഥലത്ത് പോയി കുളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ടോ. കാരണം കുളിക്കാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലുള്ള സംഭവങ്ങൾ അന്വേഷിച്ച് പോയവരാണ് ഇങ്ങനത്തെ ഈ ഊർജങ്ങളുടെ ഘടന മനസ്സിലാക്കി കൊണ്ടുവന്നത്. ഗ്രഹങ്ങളുടെ ഊർജം പോലെ തന്നെ ആ ഗ്രഹോർജമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെടികളിലുണ്ട്, മൃഗങ്ങളിലുണ്ട്, പാറ്റ തുടങ്ങിയ വസ്തുക്കളിലുണ്ട്. അതുകൊണ്ടാണ് സമിധ, നമ്മൾ ഇന്ന ഗ്രഹത്തിൽ ഇന്ന ദ്രവ്യം ഹോമിക്കണം പറഞ്ഞു. പച്ചപ്പയർ, ചെറുപയർ, ഗ്രീൻ ഗ്രാം, ബുധന ഗ്രീൻ ഗ്രാം കഴിക്കുക, അല്ലെങ്കിൽ ചന്ന കഴിച്ചാൽ ആ എനർജിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ശത്രു സംഹാരത്തിന്, ഇപ്പോൾ സുദർശനത്തിന്, ഓരോ ഹോമദ്രവ്യത്തിലും ഈ ഗ്രഹത്തിൻ്റെ ഊർജ്ജമുണ്ട്. അത് നവഗ്രഹോമത്തിനെന്നല്ല, ആ ഗ്രഹോർജ്ജം അനുസരിച്ചിട്ടാണ് പ്രത്യങ്കിരയ്ക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, സുദർശനത്തിന്. ഇതൊന്നും അല്ലെങ്കിൽ നാടൻ സിസ്റ്റങ്ങളിൽ അതിൻ്റെ ചില ദ്രവ്യങ്ങൾ, അതിൽ മൃഗഭാഗങ്ങൾ വരെ വരും. ഈ എല്ലാം ഈ എനർജി അലൈൻഡാ, എനർജിയെ വെച്ചിട്ടുള്ള കളിയാണ്. എനർജി ഇങ്ങനെ പഠിച്ചൊരു ജനത ഭാരതീയനെ പോലെ വേറെ ഇല്ല. ആവാഹിക്കുക, ഒരു എനർജി എവിടെയും കൊണ്ടുവരിക, അതിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകുക, കൂട്ടുക, കുറയ്ക്കുക. ഈ വിദ്യ അറിയണം. ടെക്നോളജി, ലോകത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ടെക്നോളജിയാണത്. ആ വിദ്യ കണ്ടുപിടിച്ചിട്ടുള്ളത് എനർജിയെക്കുറിച്ച് പഠിക്കുക, ആ എനർജിയുടെ സെൻസിറ്റിവിറ്റിയെക്കുറിച്ച് പഠിക്കുക, ഇതിനെ എങ്ങനെ അലൈൻ ചെയ്യാമെന്ന് പഠിക്കുക. ഇതാണ് ഭാരതീയൻ എല്ലാ ശാസ്ത്രത്തിലും ചെയ്തിട്ടുള്ളത്. ഔഷധമാണെങ്കിലും മന്ത്രമാണെങ്കിലും ജ്യോതിഷ ഗ്രഹങ്ങളാണെങ്കിലും സകലത്തിലും ഈ 3 ഘടകമാണ് കാണാൻ പറ്റുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇതെല്ലാം ഇൻ്റർകണക്റ്റഡാ. ഓക്കെ, എല്ലാം ഇൻ്റർകണക്റ്റഡ്. ഇപ്പം ഈ ഒരു വോള്യൂമിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് മുഹൂർത്തം ആസ്ട്രോളജിക്കൽ സെൻസിലായാലും പഞ്ചാംഗത്തിലായാലും അതെങ്ങനെയാണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? മുഹൂർത്തം നോക്കി ചെയ്യുന്നത് മാത്രമാണോ, ഈ ടെക്സ്ച്വൽ റെഫറൻസസ് മാത്രമാണോ, അതോ അല്ല ഇതിൻ്റെ പുറകിൽ വേറെ എന്തെങ്കിലും ഭയങ്കര വാല്യൂ ആയിട്ടുള്ള എന്തെങ്കിലും എഡിഷൻസ് ഉണ്ടോ? നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും മുഹൂർത്തത്തിനെ ബേസ് ചെയ്തിട്ട്? തീർച്ചയായിട്ടും പറ്റും. മുഹൂർത്തം പൊതുവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിൻ്റെ ഋതത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോസ്മിക് ഋതം. ആ ഋതം നമ്മുടെ ഇൻറ്റൻഷനെ മാച്ച് ചെയ്യുന്ന സമയമാണ്.
ഒരു കാര്യം എനിക്ക് ചെയ്യണം, കല്യാണം കഴിക്കണം, ചോറൂണ് നടത്തണം, നമ്മുടെ ഒരു ഇൻറ്റൻഷനാണത്. അപ്പോൾ അത് നമ്മൾ നടത്തിയിട്ടില്ല. ആ ഇൻറ്റൻഷനെ ഏറ്റവും അനുകൂലിക്കുന്ന കോസ്മിക് ടൈം എന്താണ്? അത് മുഹൂർത്തം. മനസ്സിലായോ? ഇൻറ്റൻഷനെ അനുകൂലിക്കുന്ന കോസ്മിക് ടൈം എന്താണോ അതാണ് മുഹൂർത്തം. അതിന് ഒരു കാലയളവ് കൊടുത്തിരിക്കുന്നു. അതായത് പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ മാതിരി 48 മിനിറ്റ് ഒരു മുഹൂർത്ത കാലം എന്ന് പറയുന്ന ഒരു ടൈം കൊടുത്തിരിക്കണമെന്ന് മാത്രം. ചിലപ്പോൾ മുഹൂർത്തം പറ സ്പ്ലിറ്റ് സെക്കൻഡ്സ് ആയിരിക്കാം. മഹാദേവൻ എപ്പോഴാണ് ത്രിപുരങ്ങളെ നശിപ്പിച്ച് എത്രയോ കോടി ഒരു അംശം ടൈമിലാണ് 3 പുരങ്ങളും ഒന്നിച്ച് വരിക. ആ നേരത്തെ അസ്ത്രമായിരുന്നു, അതാണ് അതിൻ്റെ മുഹൂർത്തം. അതിനെ അഭിജിത്ത് എന്ന് പറഞ്ഞു. ആ സമയത്താണ് ഭഗവാൻ അസ്ത്രം ഭേദിച്ചല്ലേ. അതായത് ഒരു യോഗി തൻ്റെ ശ്വാസക്രിയ കൊണ്ട് തന്നിലുള്ള സത്വരജസ്തമോ ഗുണങ്ങളായിട്ടുള്ള 3 പുരങ്ങളെയും ശ്വാസമാകണ അസ്ത്രം കൊണ്ട് തകർക്കുന്നതാണ് ത്രിപുരദഹനം. അല്ലാണ്ട് ജീവൻ ഒരു തേരി കയറി നിന്നിട്ട് കയ്യിൽ ഒരു അമ്പ് വെച്ച് വലിച്ചു വിട്ടല്ല. അതിനൊരു മുഹൂർത്തമുണ്ട്. അതിന് പോലും ഒരു മുഹൂർത്തമുണ്ട്. വെൻ ദ കോസ്മിക് റിതം അലൈൻസ് വിത്ത് ദിസ് പേഴ്സൺസ് ഇൻറ്റൻഷൻ ടു ബി ലിബറേറ്റഡ്, അല്ലേ? അതാണ് മുഹൂർത്തം. സിമ്പിൾ ടേംസ് അതാണ്. നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന് എപ്പോഴാണോ പ്രപഞ്ചത്തിൻ്റെ എനർജി അലൈൻഡ് ആവുക, ആ ടൈം കാൽക്കുലേഷനാണ് മുഹൂർത്തം. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇൻറ്റൻഷൻ എന്ന് പറയണത് വിത്താണെങ്കിൽ മുഹൂർത്തം എന്ന് പറഞ്ഞത് അത് വിളയണ മണ്ണ. നല്ല മുഹൂർത്തത്തിൽ ആ വിത്ത് വീണ അവിടെ വളഞ്ഞ് കാച്ച് നല്ല ഭംഗിയായിട്ട് വരും. ഇല്ലെങ്കിൽ അത് കയ്യിൽ നിന്ന് പോകും. അതാണ് മുഹൂർത്തത്തിൻ്റെ. മണ്ണിൻ്റെ എക്സാമ്പിൾ ഭയങ്കര വാലിഡ് ആയിരുന്നു, ഭയങ്കര റെലവൻസും ആയിരുന്നു മുഹൂർത്തം എന്ന് പറയുന്നത്. പിന്നെ മാത്രമല്ല, മുഹൂർത്തത്തിന് വേറൊരു പ്രത്യേകിച്ച് പല ആൾക്കാരും വിചാരം ഒരു മുഹൂർത്തത്തിൽ ചെയ്താൽ അത് ഭയങ്കര സക്സസ് ആവുന്ന. അതെ അതെ, നിർബന്ധമില്ല. ജനറലി അങ്ങനെയല്ലേ പറയുന്നത്. അതായത് അത് നമ്മുടെ തെറ്റായ പെർസെപ്ഷൻ. നമ്മൾ കാണേണ്ട രീതിയിൽ, ഇപ്പം ഞാൻ നേരത്തെ നമ്മുടെ ഇൻഫോർമൽ ടോക്കിൽ പറഞ്ഞില്ലേ ചൊവ്വയുടെ പരിഹാരം എന്താണെന്ന്, അതുപോലെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. ആ പെർട്ടിക്കുലർ മുഹൂർത്തത്തിൽ നമ്മളത് ചെയ്യുമ്പോൾ കോസ്മിക് ആയിട്ടുള്ള എനർജീസ്, അതിൻ്റെ താളം, പ്രപഞ്ച താളം നമ്മുടെ ഇൻറ്റൻഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയായിട്ട് ചേർന്ന് വരുന്നുണ്ടെങ്കിൽ അതർവൈസ് നമുക്കുണ്ടാവാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളുടെ തോത് കുറയും. അതായത് റെസിസ്റ്റൻസ് ഈസ് റെഡ്യൂസ്ഡ്, നോട്ട് ദാറ്റ് സക്സസ് ഈസ് അഷ്വേർഡ്. റെസിസ്റ്റൻസ് കുറയും. സക്സസ് അഷ്വേർഡ് എന്നല്ല, വിജയം സുനിശ്ചിതമാണ് ആ മുഹൂർത്തത്തിൽ ചെയ്താലെന്നുള്ളതല്ല. അത് ഇവിടെ ആണെങ്കിൽ പോലും അറിവുള്ള ആചാര്യനത് പറയില്ല. നിനക്ക് പ്രതിസന്ധികൾ കുറയും, നിനക്കത് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായി, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ ചക്രം വെച്ച് മറച്ചു എന്ന് പറഞ്ഞിട്ട് സൂര്യഗ്രഹണം വന്നപ്പോൾ ജയദ്രഥൻ തലപൊക്കുമ്പോൾ അർജുനോട് പറയണത്, നീ ടെൻഷൻ അടിക്കണ്ട, നീ ധൈര്യമായിട്ടിരുന്നോ, നിനക്ക് അവനെ കൊല്ലാൻ പറ്റുന്ന ഒരു ദിവസം പോലും പറഞ്ഞില്ല. ഹി ക്രിയേറ്റഡ് ദ സിറ്റുവേഷൻ. എന്നിട്ട് പറഞ്ഞു, ഇത് ഇപ്പം കിട്ടിയാലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് ഓൾമോസ്റ്റ് 0 ആയ സമയമാണ്. ദുര്യോധനാദികളൊക്കെ പല ഭാഗത്ത് പെട്ടെന്ന് ഇരുട്ടായോ എന്ന് നോക്കുമ്പോൾ അവരുടെ ശ്രദ്ധ മാറി. അതുവരെ എൻറ്റയർ അക്ഷോഹിണികൾ അർജുനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ തല മേപ്പെട്ട കയപ്പോൾ തലപൊക്കി നോക്കണോ, അടിച്ചോന്ന് പറഞ്ഞു. അതാണ് മുഹൂർത്തം. ആ മുഹൂർത്തമാണ്. അതുകൊണ്ട് ശുഭമുഹൂർത്തം ദുർമുഹൂർത്തം എന്നൊന്നും സത്യത്തിലില്ല. എപ്പോഴാണോ നമ്മൾ ചെയ്യണം നമ്മുടെ ഉദ്ദേശത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തിന് ഏറ്റവും കുറവ് പ്രപഞ്ചത്തിൽ നിന്ന് റെസിസ്റ്റൻസ് വരിക, അതാണ് നല്ല മുഹൂർത്തം. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അതിനെ മാത്തമാറ്റിക്കലി ഗ്രഹങ്ങളുടെതൊക്കെ വെച്ച് ഈ നേരത്തെ പറഞ്ഞ തിഥി മറ്റേ ഇതെല്ലാം വെച്ച് നോക്കി വരുമ്പോൾ ഈ മുഹൂർത്തം തന്നെ എത്ര തരത്തിലുണ്ടോ ജോലി. ഇപ്പോൾ ചൊഗാദിയ എന്നൊക്കെ പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻ ജ്യോതിഷത്തിലൊക്കെ ഒരുപാടുണ്ട്. അപ്പം അത് ഒരു വലിയ രസമാണ്. മുഹൂർത്തം ഒരു വിശേഷമായിട്ടുള്ളൊരു പദ്ധതിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുഹൂർത്തം. വാസ്തവത്തിൽ ഈ ജനന സമയം പോലും ഒരു മുഹൂർത്തമല്ലേ. അതെ അതെ, സമയത്തിൻ്റെ വയബിലിറ്റി, അതായത് വെദർ ദിസ് ആക്ഷൻ ഈസ് ലൈക്ക് വയബിൾ, വെദർ ഇറ്റ് വിൽ ബിക്കം സക്സസ്ഫുൾ ഓർ ഇറ്റ് ക്യാൻ ബി പെർഫോംഡ് ഇൻ എ സീംലെസ് വേ. ഒരു ലെസ് റെസിസ്റ്റൻസോട് ചെയ്യാൻ പറ്റുന്ന എന്തും മുഹൂർത്തമാണ്. ചിലത് നമുക്ക് ടഫ് ആവണം എന്നുണ്ടാവും, ചിലത് നമുക്ക് ടഫായിട്ട് തന്നെ വേണമെന്നുണ്ടാവും. ചില ആൾക്കാർ പറയും, ഞാൻ ക്യൂ നിന്നിട്ടേ ഗുരുവായൂരപ്പനെ തൊഴുള്ളൂ. അതും മുഹൂർത്താണ്. വേർ സഫറിങ് ബിക്കംസ് എ സ്പിരിച്വൽ
എന്താ പറയുക നോളജായി മാറിയ ഞാൻ പറഞ്ഞില്ല ഏത് ദുരനുഭവത്തു നിന്നും ഒരു ആധ്യാത്മിക പാഠം പഠിച്ചാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിൽ ഒരു ദുർമുഹൂർത്തവും ഇല്ല, ഒരു കരണവും മോശമല്ല, ഒരു തിഥിയും മോശമല്ല, ഒരു ഗ്രഹവും മോശമല്ല. എല്ലാറ്റിലും ഭഗവാന്റെ പ്രസൻസ് ഗുരുവായൂരപ്പനെ നമുക്ക് കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ മഹാദേവനെ കാണാൻ സാധിച്ചാൽ, അമ്മയെ കാണാൻ സാധിച്ചാൽ, നമ്മുടെ ഇഷ്ടദേവനെ കാണാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ബോധത്തിൽ ഉറച്ചിരുന്നാൽ ഒരു ബ്രഹ്മജ്ഞാനി എങ്ങനെ ഇരിക്കണോ ആ അവസ്ഥയിൽ ഇരിക്കണവർ എന്ത് മുഹൂർത്തം അവൻ ചെയ്യണതൊക്കെ മുഹൂർത്തം. അതുകൊണ്ടാണ് ഈ സിദ്ധന്മാരൊക്കെ അവർ ഇപ്പം അമാവാസി സമയത്ത് അവർ ചിലപ്പോൾ പൗർണമിക്ക് ചെയ്യേണ്ട കാര്യം ചെയ്താലും അവർക്ക് പൗർണമിക്ക് ചെയ്ത എഫക്റ്റ് കിട്ടും. കാരണം അവരുടെ മനസ്സിൽ പൗർണമിയാണ്. അത്രേ ഉള്ളൂ ഇതിൻ്റെ കോർ എത്തുമ്പോൾ. പക്ഷെ അത് നമ്മൾ സാധാരണക്കാരൻ്റെ അടുത്ത് പ്രയോഗിക്കരുത്. നമ്മളൊക്കെ LKG-യിലായിരിക്കണം എന്നുള്ള ബോധത്തോടെ ഇരിക്കണം. PhD ഒക്കെ കഴിയുമ്പോൾ ഈ പറഞ്ഞതൊക്കെ മാറും. അല്ലാണ്ട് ചുമ്മാ കയറിട്ടെ ഇതൊക്കെ എന്ത് പൊട്ടത്തരം, ഇത് സൂപ്പർസ്റ്റിഷൻ, ഇത്ര ആലോചിച്ചാൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് ഈ അഹങ്കാരം കാണിക്കുന്ന ഈ ശരീരം പൂർണ്ണമായിട്ടും പ്രകൃതിക്ക് വിധേയമായിട്ടുള്ളതാണ്. പ്രകൃതിക്ക് വിധേയം എന്ന് പറഞ്ഞത് പോലും അബദ്ധമാണ്. അത് പ്രകൃതിയാണ്, കാലത്തിന് വിധേയമാണ്. പ്രകൃതിയുടെ ഉയർച്ച താഴ്ചകളും മാറ്റങ്ങൾക്കും നമ്മൾ പറയില്ലേ, ദർ ഇസ് ഓൺലി വൺ തിങ് ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഈസ് ചേഞ്ച് എന്ന്. മാറ്റം മാത്രമേ മാറ്റമില്ലാത്തതുള്ളൂ, എന്നും മാറിക്കൊണ്ടിരിക്കുന്നുള്ളത് ഉറപ്പാണ്. ആ മാറ്റം എന്നുള്ളതിൻ്റെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ മാറ്റം എന്ന് പറയുന്നത്? കാലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്തിനും സ്ഥലത്തിനും അനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മളൊക്കെ. നമ്മൾ ഈ സെക്കൻഡ് ഇവിടെയും അടുത്ത സെക്കൻഡ് അവിടെ, അടുത്ത സെക്കൻഡ് അവിടെ, ഇനി ഒന്നുമല്ല ഇവിടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ഇവിടെയല്ല, വേറെ എവിടെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും അല്ലാണ്ട് ഒറ്റ സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്നുള്ളത് ഈശ്വരൻ എന്ന് പറഞ്ഞ അവസ്ഥയിൽ മാത്രമേ നടക്കുള്ളൂ. ആണ് കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം എന്ന് പറഞ്ഞത് ഭട്ടതിരി. അവിടെ ഈ പറഞ്ഞ ജ്യോതിഷം ഒന്നും വിഷയമല്ല. പക്ഷെ കാലദേശാവധികളില്ലാതെ ഇരിക്കാൻ സാധിക്കണമെങ്കിൽ അത് അത്ര എളുപ്പപ്പണിയല്ല. അതൊക്കെ ഗുരുവായൂരപ്പൻ ഞാനൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കണം. ആർക്കും അത് നടക്കണമെന്നില്ല. അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അതിനെക്കുറിച്ച് മൗനമായിട്ടിരിക്കണവന്, അറിഞ്ഞ ആനന്ദത്തെ പുറത്ത് പറയാതിരിക്കണവൻ ഒരു തരത്തിലും. പരയറിഞ്ഞ് പശ്യന്തിയായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണവൻ അവൻ ഇതൊന്നും ബാധിക്കുന്നില്ല. കാരണം പ്രകൃതി എന്ന് പറയുന്നത് അവൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് പിന്നെ പെരുമാറണം. അവൻ സിദ്ധനാ. അവൻ പഞ്ചഭൂതങ്ങളെയും സകല വസ്തുക്കളെയും ഗ്രഹങ്ങളെയും എന്തിനേയും അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്. രാവണന് പോലും ആ കഴിവുണ്ടായിരുന്നു. ഇന്ദ്രജിത്ത് ജനിക്കുന്ന സമയത്ത് വാള് ചൂണ്ടിയിട്ട് പറഞ്ഞു ഗ്രഹങ്ങളുടെ അടുത്ത് ഇന്ന മരിയൊക്കെ നിൽക്കാൻ പറഞ്ഞു. അതിൽ ശനി പറ്റിച്ചു. ശനി ചെറിയ ഒരു കാലം അപ്പുറത്ത് വെച്ച് നിന്നു. അത് രാവണൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഇന്ദ്രജിത്ത് മരിച്ചത്. ഒരു രാശി ഒന്ന് മാറ്റിയിട്ട് മൂപ്പർ ചെറുതായിട്ട് ഇങ്ങനെ വെച്ച് നിന്നു എന്ന് പറയും. അപ്പോൾ അത് കാരണം ശനി കർമ്മത്തിൻ്റെ ഫലം കൊടുക്കണവനാണ്. ഏത് ജാതകത്തിലും ശനിയാണ് കർമ്മഫലം കൊടുക്കുന്നത്. ശനിയുടെ ഊർജ്ജം അതാണ്. നമ്മളിലുള്ള ഉത്സാഹവും നമ്മളിലുള്ള പ്രവർത്തനശേഷിയും ഒക്കെ അദ്ദേഹത്തിനെ അധിഷ്ഠാനാക്കിയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജാതകത്തിൽ ഇപ്പോൾ ഞാൻ പല പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം, വീട്, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ജീവിത പങ്കാളി, ഇത് മൂന്നും വിവാഹം. 3 വിവാഹം, വീട്, വാഹനം, ഇത് മൂന്നും ശനിയുടെ സ്പർശം ഇല്ലാണ്ട് വരില്ല അദ്ദേഹത്തിൻ്റെ. കാരണം അദ്ദേഹമാണ് ഹീ റിവാർഡ്സ്. നമ്മുടെ പൂർവ്വകർമ്മം മുഴുവൻ നോക്കണത് D60 ചാർട്ടാണ്, ഷഷ്ടിയംശം ചാർട്ടിലാണ്. അതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല. അതിലെപ്പോഴും ആദ്യം നോക്കേണ്ടത് ശനി എവിടെ നിൽക്കണമെന്നാണ്. ആ ശനി പറഞ്ഞു തരും, നീ ആരായിരുന്നു, നിൻ്റെ കയ്യിലിരിപ്പ് എന്തായിരുന്നു, എന്തുകൊണ്ട് നിനക്ക് ഇന്നീ ഗതി വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് ഈ ഭാഗ്യം വന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ആ ശനിയുടെ ആ എനർജിയെ ആ അലൈൻമെൻറ്റിൽ ആ രാശിയുടെ ഇത്രാമത്തതിൽ കണ്ടെത്തിയാൽ നമ്മുടെ പൂർവ്വം എന്താണെന്ന് അറിയാൻ പറ്റുന്ന കണ്ടെത്തിയ ആ ഒരു ഋഷിയുടെ ബുദ്ധി ഉണ്ടല്ലോ, അതിനെയൊക്കെയാണ് നമ്മൾ നമസ്കരിക്കേണ്ടത്. അതെ അതെ. ഈ മുഹൂർത്തത്തിൻ്റെ ടൈമിംഗ് വെച്ചിട്ട് ഇപ്പം നേരത്തെ ശരത്തേട്ടൻ മറ്റേ ജനിക്കുന്ന സമയം ഒരു മുഹൂർത്തമാണെന്ന് പറഞ്ഞു. അപ്പം മുഹൂർത്തത്തിൻ്റെ ടൈം വെച്ചിട്ട് ഈ രാശി മാറ്റം വരുന്നില്ല? അതായത് ട്വിൻസ് 2 പേര് ഉണ്ട്. അതായത് ഒരു രാശിയിൽ ഇപ്പോൾ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ ഒരു ജനിക്കുന്ന ട്വിൻസിന് ഒരേ ഗ്രഹനിലയായിരിക്കും D1 ചാർട്ട്. പക്ഷേ സമയത്തിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള ഭാവത്തിൽ ചെന്നിട്ട് അവരുടെ ബാക്കിയുള്ള ചാർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്ക് 2 ജാതകവും 2 ലൈഫ് പാത്തും ആയിരിക്കും. ഇത് അറിയാണ്ടാണ് ഈ പുറത്തുള്ള ആൾക്കാർ കിടന്നിട്ട് ജാതകം 2 ഒരേ ഭാര്യയാണ്, എന്നിട്ട് 2 പേർക്ക് 2 വിധിയായില്ല, ഒരാൾ വിധവയായി അല്ലെങ്കിൽ ഒരാൾ വിധുരനായി എന്നൊക്കെ കഥ പറയും. അല്ലെങ്കിൽ ഒരാൾ നേരത്തെ മരിച്ചുപോയി. അതിൻ്റെ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ ഫർദർ സെഗ്മെൻറ്റേഷൻ ഉണ്ട്.
D1 D2 D3 തൊട്ട് D60 വരെ കിടക്കണം. പിന്നെ വേറെയും പല ചാർട്ടുകളുണ്ട്. ഈ ചാർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാളുടെ മരണം, ഒരാളുടെ ആരോഗ്യം, എന്തും അതിൻ്റെ പ്രിസൈസ് ഇതിൽ കിട്ടും. ഒരു വ്യക്തി നമ്മൾ പറയും അമ്മ 10:20 ഏട്ടനെ പ്രസവിച്ചു, അല്ല അവളെ പ്രസവിച്ചു, 10:21 എന്നെ പ്രസവിച്ചു എന്ന്. ഈ 20-ൻ്റെ 21-ൻ്റെ ഇടയിൽ ഒരു 60 സെക്കൻഡ് കിടപ്പുണ്ട്. ഈ 60 സെക്കൻഡിൽ അനവധി നിമിഷാർദ്ധങ്ങളുണ്ട്. ചെറിയ മാറ്റങ്ങളുണ്ട്. ഒന്നുമില്ല, ഒന്ന് ഇങ്ങനെ ഇരുന്നു, അത്രേ ഉള്ളൂ. ആംഗിൾ ചെയ്ത ഫ്രെയിം മാറി, ഇപ്പം ടൈറ്റ് ഫ്രെയിമാണ് വെച്ചിരിക്കണത്. എന്തുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ക്യാമറയിൽ മാറിയില്ലേ, അത്രേ ഉള്ളൂ. ആ മാറ്റം അവിടെ പെർമനൻ്റ് ആയിട്ടുണ്ടാവും ആ ഫുട്ടേജിൽ. അതേപോലെ തന്നെയാണ് അതവിടെ കിടക്കും. അത്രയും സൂക്ഷ്മമായിട്ട് നോക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇരട്ടകളുടെ ജാതകം ഒന്നിച്ചെടുത്ത് നോക്കിയിട്ട് ഒരേ ഫലം പറയണ അവസ്ഥ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി രാശി മാറുന്നു. പണ്ട് അതുകൊണ്ടാണ് ഗർഭാധാനത്തിന് തന്നെ സംയോഗത്തിന് മുഹൂർത്തം നോക്കിയിരുന്നത്. ഈ മഹാത്മാക്കൾ അത് ശാന്തി മുഹൂർത്തം വളരെ പ്രധാനമാണല്ലോ പണ്ടത്തെ കാലത്ത്. അത് എന്താ വെച്ചാൽ നല്ല പ്രജകളുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, നല്ല കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ മാതിരി വെള്ളം അടിച്ചിട്ടും എന്തിൻ്റെയും എന്തോ സംഭവിച്ചു അതുകൊണ്ടുണ്ടായി. അതാണ് മക്കളും അങ്ങനെ പോണത്. ആക്സിഡൻ്റൽ പ്രഗ്നൻസികളാണല്ലോ 99% കഴിഞ്ഞ ഒരു 50 വർഷത്തെ പോപ്പുലേഷൻ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുഴപ്പം മുഴുവൻ അതാണ്. ഈ എന്താ പറയുക, ഇപ്പോൾ മഹാത്മാക്കളുടെ പലരെയും ജനനം നോക്കുമ്പോൾ കാണാം, ഒരു മഹാത്മാവ് പുത്രോത്പാദനത്തിന് ഏറ്റവും നല്ല സമയമാണെന്ന് കണ്ടിട്ട് ഒരു സ്ത്രീയെ അന്വേഷിച്ച് പോയിട്ട് കുഞ്ഞിനെ ഉത്ഭവിപ്പിക്കുകയാണ് ചെയ്യണത്. പരാശരൻ മത്സ്യഗന്ധിയോട് ചെയ്തത് അതുകൊണ്ടാണ് വ്യാസം ജനിക്കണത്. അതുകൊണ്ട് കുലമൊന്നുമല്ല, ആ ഗർഭാധാന സമയത്തിൻ്റെ ശക്തിയാണത്. എഴുത്തച്ഛനെ കുറിച്ച് തന്നെ അങ്ങനെ ഒരു കഥയുണ്ട്, കെട്ടുകഥയാണെങ്കിലും. അത് ഇവിടുത്തെ ആൾക്കാരുണ്ടാക്കി കൂട്ടിയാണ്. അദ്ദേഹത്തിനെ ഒരു വരേണ്യവർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതൊക്കെ വെറുതെ ഉണ്ടാക്കി. എന്നാലും കഥയിലുണ്ടത്. അല്ലെങ്കിൽ കൈക്കുളങ്ങരെ കുറിച്ചുണ്ട്, അനവധി പേരെ കുറിച്ചിട്ട്, അങ്ങനെ നമ്മുടെ മഹാത്മാക്കളായിട്ടുള്ള പലരെ കുറിച്ചിട്ടുമുണ്ട്. നമ്മൾ ഈ എന്താ പറയുക, പുംസവനം, സീമന്തം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള എന്തിനും മുഹൂർത്തം നോക്കിയിട്ടാണല്ലോ. ചൂടാകർമ്മം അല്ലേ, എന്തിനും മുഹൂർത്തമാണ്. എന്തിനും മരിച്ചാൽ പോലും ഗണ്ടാന്തത്തിലാണോ, നമ്മൾ കരിനാളിലാണോ അല്ലേ നോക്കില്ലേ. ശനിയാഴ്ച മരിച്ചാൽ വീണ്ടും 2 മരണം കൂടെ നടക്കുന്നൊക്കെ പണ്ട് കാലത്ത് ഇങ്ങനത്തെ ഈ എനർജി സൈക്കിൾസിൻ്റെ റിപ്പീറ്റേഷൻസിലാണ് ഇത് വരുന്നത്. അതങ്ങനെ തന്നെ വരികയും ചെയ്യും, അതിലൊരു മാറ്റവും ഇല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സീമിംഗ്ലി കണ്ടില്ലെങ്കിൽ അത് വേറെ തലത്തിൽ അടിച്ചിട്ടുണ്ടാവും. മലമ്പാമ്പിൻ്റെ നെയ്യിൻ്റെ കഥ വാരി അത് വരും അത്. അപ്പോൾ മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മളാ സമയത്തിൻ്റെ സ്റ്റഡിയാണ്. ശരിക്കും സമയത്തിൻ്റെ സ്റ്റഡി മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഒരു സ്ഥലത്തുള്ളൊരു മുഹൂർത്തം ഇന്ത്യയിലുള്ളൊരു മുഹൂർത്തമായിരിക്കില്ല സിംഗപ്പൂർ ഉള്ള മുഹൂർത്തം. ഇതേ സമയത്ത് അവിടെ അത് ദുർമുഹൂർത്തമായിരിക്കാം ഒരു പർട്ടിക്കുലർ കാര്യത്തിന്. അവിടുത്തെ കോസ്മിക് എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കില്ല. അവിടെ കോസ്മിക് എനർജി പറയുമ്പോൾ ലോകത്തിൻ്റെ മൊത്തം എനർജി എന്നുള്ള അർത്ഥത്തിലല്ല ഇത് വരുന്നത്. അപ്പം മരിക്കാൻ മുഹൂർത്തം നോക്കുന്ന സന്യാസിമാരെ കണ്ടിട്ടില്ലേ? സമാധിയാവാൻ മുഹൂർത്തം നോക്കണത് ഒന്ന് ആലോചിച്ച് നോക്കൂ. മരിക്കാൻ മുഹൂർത്തം തിരഞ്ഞെടുത്തിട്ട് കിടക്കുക. ഞാൻ ഇത്രാം തീയതി പോകട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കറിയണ ഒരു ഗുരുനാഥൻ്റെ ഒരു സന്യാസിയുടെ ഗുരുനാഥ പത്നി നവംബർ 3 ഇത്ര സമയത്ത് ഇന്ന നക്ഷത്രത്തിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. സമയമായി, ദർഭ വിരിച്ചു, വിളക്ക് വെച്ചു, കടന്നു. ഈ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ നവംബർ 2025 കേരളത്തിലുണ്ടായ കഥ ഞാൻ പറഞ്ഞു. അമ്മയ്ക്ക് 76 വയസ്സായി, ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന അമ്മ. ഭർത്താവിൻ്റെ ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, അവർക്ക് മക്കളില്ല, നിങ്ങളെ ഉള്ളൂ എനിക്ക് മക്കൾ, എല്ലാവരും വരണം, എനിക്ക് നിങ്ങളെയൊക്കെ കാണണം. എല്ലാവരും പോയി കണ്ടു. മരിക്കണ ദിവസം വന്നു, ഒരു കറക്റ്റായിട്ട് കടന്നു, മരിച്ചുപോയി. ഞാൻ ഇത് ആദ്യമായിട്ട് കേട്ടത് ശരത്തേട്ടൻ കാശിത്തമ്പുരാൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ. ത്യാഗരാജസ്വാമിയൊക്കെ അങ്ങനെ എല്ലാവരും. അതുകൊണ്ട് മുഹൂർത്തം കുറിച്ച് മരിക്കും. അംഗത്തിന് മുഹൂർത്തം കുറിക്കും, യുദ്ധത്തിന്. ഇപ്പം ഞാൻ പറഞ്ഞു നേരത്തെ വിഷ്ടി പോലുള്ള കരണങ്ങൾ യുദ്ധത്തിന് ബെസ്റ്റാണ്. ഒതേനൊക്കെ പൊന്നിയത്ത അങ്കത്തട്ടിൽ ഗുരുക്കളുടെ അടുത്ത്, കതിരൂർ ഗുരുക്കളുടെ അടുത്ത് പറഞ്ഞില്ല, പൊന്നിയത്ത അങ്കത്തട്ടിൽ കാണാം എത്ര മണിക്ക് പറഞ്ഞ് നമ്മൾ അംഗം കുറിച്ച് വരിക എന്നാണ് പറയുക. ഇന്ന ദിവസം ഇന്ന സമയത്ത് യുദ്ധം ആരംഭിക്കും. മഹാഭാരത യുദ്ധമാണെങ്കിൽ ഏത് യുദ്ധമാണെങ്കിലും അങ്ങനെയാണ്. ഇന്നിപ്പോഴാണ് നമ്മൾ ജെറ്റ് അയക്കാനും മറ്റേ പീരങ്കി വെച്ച് വെടിവെക്കാനും സമയം നോക്കാത്തത്. അന്നൊക്കെ അങ്ങനെയാണ്, പറഞ്ഞിട്ട് അടിക്കുക. ആ ടൈമിനാണ്. എന്തിനും മുഹൂർത്തമാണ്. ഒരു പുതിയ ശാസ്ത്രം പഠിച്ചു തുടങ്ങാൻ ഗുരുനാഥൻ മുഹൂർത്തം നോക്കും, കുട്ടിയുടെ ജാതകം വെച്ചിട്ട്. ഇവൻ ഈ വിഷയം പഠിച്ചാൽ ഇന്ന സമയത്ത് തുടങ്ങി അവന് ഗുണമുണ്ടാവും. ജപം തുടങ്ങാൻ ഇന്ന സമയം നല്ലത്, ഇന്ന ആഴ്ച നല്ലതെന്നൊക്കെ എന്തിനാണ് പറയണത്? ഇത് മുഴുവൻ ആ മന്ത്രവുമായി ബന്ധപ്പെട്ട് കോസ്മിക് അലൈൻമെൻറ്റ് നിൽക്കണമെന്നുള്ളതാണ് കറക്റ്റായിട്ട്. മുഹൂർത്തം ഒരു അൾട്ടിമേറ്റ് സംഭവമാണ്.
മുഹൂർത്ത പദവി ഞാൻ പറയില്ല, ആ പുസ്തകം വളരെ നല്ലൊരു പുസ്തകം. പണ്ടൊക്കെ വ്യാഖ്യാനം കണ്ടിട്ടുണ്ട്, ഞാനിപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുഹൂർത്ത പദവി. ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ശരത്തേട്ടൻ ഇപ്പോൾ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പല രാജ്യത്തും ഇപ്പം നേരത്തെ രാഹു കേതുവിൻ്റെ ഇതിൻ്റെ വേണ്ടിയിട്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പം അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലെസൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പോഡ്കാസ്റ്റിൽ ഒരു ജാപ്പനീസ് ഒരുപാട് ആൾക്കാരുടെ, ഒരുപാട് ഓൺടർപ്രണേഴ്സും ഒരുപാട് മറ്റേ പാരമ്പര്യമായിട്ട് വെൽ ഓഫ് ഉള്ള ഫാമിലിയിലുള്ള മെയിൻ ആൾക്കാർ അവർ റെഗുലർലി ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ്. അതായത് ഓൺടർപ്രണേഴ്സ് ആണെച്ചാൽ അവരുടെ കോമൺ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്നു ഡെയിലി രാവിലെ. ഈ CEO അല്ലെങ്കിൽ കോ-ഫൗണ്ടർ അത് ക്ലീൻ ചെയ്യുന്നു. മെൻ്റൽ ക്ലാരിറ്റി കൂടും, ഭയങ്കര അത് അവർ പറയുന്നത് ഡിസിഷൻ മേക്കിംഗ്. രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് പറയും. ഒരു ഭയങ്കരമായിട്ട് റെഗുലർ. അവർ ഈ രാഹു കുഴപ്പത്തിലുള്ള ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യണത് അപകടമാണ്. ഓക്കെ, നമ്മുടെ സ്ഥലം പോലും മാറും. പല സംഭവം ഇങ്ങനത്തെ യോഗത്തിന് അത് ഈ മന്ത്രോ ഹോമോ ഒന്നും അല്ലാണ്ട് ഇങ്ങനെ ലൈഫ് ആക്ടിവിറ്റീസ് കൊണ്ട് ഈ പരിഹാരം ചെയ്യണതിനെ കാലചക്ര വിദ്യ എന്ന് പറയുക. കാലചക്ര ജ്യോതിഷം എന്ന് പറയും. അതിന് പേര് തന്നെയുണ്ട്. ടൈമിനെ അനുസരിച്ച് ടൈമിനെ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളത് കാലചക്ര പദ്ധതി എന്നാണ് പറയുക അതിന്. കാലചക്ര പദ്ധതിയിൽ ആക്ടിവിറ്റികൾക്ക് പ്രാധാന്യം. ശനിയുടെ പ്രശ്നം മാറാൻ ചെരുപ്പിടാതെ ഗ്രൗണ്ടിങ്ങോട് കൂടിയിട്ട് കാല് തൊട്ട് മണ്ണിൽ നടന്നുകൊണ്ട് ആരാധനയുടെ സ്ഥലത്തേക്ക് പോവുക. മെൻ്റൽ കൺട്രോളിൻ്റെ സ്ഥലമാണ് ആരാധന. അവിടേക്ക് നടന്നു പോവുക, തിരിച്ചു വരിക. എവിടെയെങ്കിലും വൃദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. വീട്ടിൽ ജോലി ചെയ്യണ ജോലിക്കാർക്ക് അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും പഴകിയ ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഫ്രിഡ്ജിൽ വെച്ചത് 2 ദിവസം പഴകിയത് അവർ പറയും വിശപ്പുകൊണ്ട് കൊണ്ടുപോകാമെന്ന്. കൊടുക്കരുത്, ശനി കൂടും. ഇതൊക്കെ കാലചക്ര വിദ്യയാണ്. നോക്കൂ, പോയിട്ട് നിങ്ങൾ വീട്ടിൽ ഇത് കൊടുക്കുകയും അമ്പലത്തിൽ ശാസ്താവിന് പോയിട്ട് എള്ളുതിരിയും കത്തിക്കുകയും ചെയ്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കണ അച്ഛനമ്മമാരെ നോക്കാത്തത് ശനിയുടെ പ്രശ്നം ഉണ്ടാക്കും. ശനി പ്രശ്നമായാൽ പിന്നെ എന്താ സംഭവിക്കുക? എല്ലുകൾക്ക് തേയ്മാനം വരും. നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അസുഖങ്ങളൊന്നാണ് ആർത്രൈറ്റീസ്. ശനി പുലിവാലാക്കണതാണ്. ശനി എല്ലിൻ്റെ ദേവൻ ശനിയാണ്. വീഴ്ചകൾ സംഭവിക്കുന്നത് വയസ്സുകാലത്ത് പലവരും വീഴുന്നത് ഈ ശനിയുടെ വിഷയം കൊണ്ടാണ്. ശനിയുടെ വിഷയമാണ്. വൃദ്ധസദനങ്ങൾക്ക് സഹായിക്കുക, കോമൺ കുടിവെള്ളം പോലുള്ള പ്രോജക്റ്റുകൾ, കിണർ കുത്തുക അല്ലെങ്കിൽ ടാങ്ക് പണിത് കൊടുക്കുക, ശുദ്ധജലത്തിനുള്ള ക്ലീൻലിനെസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, കോമൺ പ്രോജക്റ്റുകൾ. നമ്മുടേതല്ലാത്ത വയസ്സായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുക, അവരെ പരിഹസിക്കാതിരിക്കുക. നമ്മളത് കീഴിൽ ചെയ്യുന്ന ജീവനക്കാരോട്, അത് ജോലിക്കാരാണെങ്കിലും വീട്ടുജോലിക്കാരാണെങ്കിലും നന്നായി പെരുമാറുക. ഡാമേജറോ സ്റ്റെയിലായിട്ടുള്ള വസ്തുക്കൾ അവർക്ക് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ ഒരു വിശ്വാസമില്ലാത്തവനും പ്രാക്ടീസ് ചെയ്തൂടെ? എത്ര നല്ല കാര്യമാണ് അല്ലേ? പിന്നെ അപ്പോൾ ആ ഇറങ്ങി പണിയെടുക്കുക, സൂര്യവെളിച്ചം കൊണ്ട് പണിയെടുക്കുക. കൃഷി എന്ന് പറയുന്ന തൊഴിൽ പാടത്തിറങ്ങി പണിയെടുക്കണവനെ ശനി ബാധിക്കില്ല എന്നാണ് പറയുക. ശരീരം ഉഴച്ച് പണിയെടുക്കണവനെ, മരം വെട്ടണവനെ, കല്ലുടയ്ക്കണവനെ ശനി ബാധിക്കില്ല എന്ന് പറയും. ഐഡിൽ മൈൻഡ് ഈസ് എ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറയും. ആ ഐഡിൽ മൈൻഡും ഡെവിളും ഒക്കെയാണ് ശനിയുടെ എനർജി. അദ്ദേഹം എന്തിനാണ് തരണം വെച്ചാൽ അങ്ങനെ ആവാതിരിക്കാനാണ്. ഭാരതീയ രീതിയാണ് വിഘ്നം ഉണ്ടാക്കണ വസ്തുവിനെ പൂജിച്ച് പ്രീതിപ്പെടുത്തിയിട്ട് ആ വിഘ്നത്തിൽ നിന്ന് രക്ഷ നേടുക. സ്തംഭനമുണ്ടാക്കുന്ന ദണ്ഡിപ്പിക്കണവളാണ് വാരാഹി. അത് വരാതിരിക്കാനാണ്, അല്ലാണ്ട് മറ്റുള്ളവനെ ദണ്ഡിക്കാനും അവനെ സ്തംഭിപ്പിക്കാനുമാണ് ഇന്ന് ഉപയോഗിക്കുന്നത്. അമ്മ അടിച്ച ശിക്ഷിച്ച അതുമാതിരിയാണ് ശിക്ഷ വരിക. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിലോസഫിക്കൽ തലം വളരെ വിശാലമായിട്ട് കിടക്കണതാണ്. അപ്പോൾ ഈ ഓരോ ഊർജത്തിൻ്റെയും സ്വഭാവം മനസ്സിലാക്കി കാലത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് അതിനെ ടാപ്പ് ചെയ്ത് നമ്മുടെ ദൈനംദിന മണ്ടേനായിട്ടുള്ള നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ഫോർ മോർ ക്ലാരിറ്റി, ഫോർ ബെറ്റർ റിസൾട്ട്സ് ആൻഡ് ടു എൻഡിൽ ടു റിയലൈസ് ഹൂ വി ആർ, സെൽഫ് റിയലൈസേഷൻ. അതിനാണ് ഇതൊക്കെ ചെയ്യുന്നത്.